الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلنا في قرية من نذير إلا قال مترفوها إنا بما أرسلتم به كافرون وقالوا نحن أكثر أموالا وأولادا وما نحن بمعذبين قل إن ربي يبسط الرزق لمن يشاء ويقدر ولكن أكثر الناس لا يعلمون وما أموالكم ولا أولادكم بالتي تقربكم عندنا زلفى إلا من آمن وعمل صالحا فأولئك لهم جزاء الضعف بما عملوا وهم في الغرفات آمنون സഹോദരന്മാരെ സഹോദരികളെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്നുണർത്തുന്നു. ആ രൂപത്തിൽ ജീവിക്കുവാനും മരിക്കുവാനും റഹ്മാനായ റബ്ബ് എന്നെയും നിങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 34-ാം അധ്യായം അസ്സബ, അതിലെ 34 മുതൽ 37 വരെയുള്ള വചനങ്ങളാണ് ഞാൻ ഓതി വെച്ചത്. മനുഷ്യർക്കിടയിൽ സ്വാർത്ഥത പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ എന്നുള്ള ചിന്തയ്ക്കാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രാമുഖ്യവും പ്രാധാന്യവും. ഞാൻ, എൻ്റെ സമ്പത്ത്, എൻ്റെ വീട്, എൻ്റെ മക്കൾ, ഈ ചിന്തയാണ് ഇന്ന് ഏറെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്. മുൻകാലത്ത് വിശുദ്ധ ഖുർആൻ അവതരണീയമായി കൊണ്ടിരിക്കുന്ന കാലത്ത് ഇതേ ചിന്ത ഉണ്ടാവുകയും ആ ചിന്തയിൽ ഊറ്റം കൊള്ളുകയും സമ്പത്തും സന്താനങ്ങളും എമ്പാടുമുള്ളത് കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടുക പോലുമില്ല എന്ന് വീരവാദം മുഴക്കിയിരുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ കുറിക്ക് കൊള്ളുന്ന മറുപടിയാണ് ഞാൻ ഓതി വെച്ച ഈ വചനങ്ങൾ, സൂറത്തുൽ സബയിലെ ഈ വചനങ്ങൾ. വമാ അർസൽനാ ഫീ ഖറിയത്തിൻ മിൻ നദീരിൻ
ഒരു പ്രദേശത്തും ഒരു നാട്ടിലും ഒരു താക്കീതുകാരനെയും നാം അയച്ചിട്ടില്ല. ഇല്ലാ കാല മുത്രഫൂഹ, അതിലെ സുഖലോലുപന്മാരായ ആളുകൾ പറഞ്ഞിട്ടല്ലാതെ. ഇന്നാ ബിമാ ഉർസിൽതും ബിഹി കാഫിറൂൻ, നിങ്ങളെ ഏതെന്നുമായിട്ട് നിയോഗിച്ചിരിക്കുന്നുവോ അതിനെ മുച്ചൂടും നിഷേധിക്കുന്നവരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടല്ലാതെ ഒരു മുന്നറിയിപ്പുകാരനും താക്കീതുകാരനും ഒരു നാട്ടിലും വന്നിട്ടില്ല. തന്നെയുമല്ലവർ കാലു, അവർ പറയുന്നു, നഹ്നു അക്സറു അംവാലം വ ഔലാദൻ, ഞങ്ങൾ സമ്പത്ത് അധികമുള്ളവരാണ്, സന്താനങ്ങൾ കൂടുതലുള്ളവരാണ്. അതുകൊണ്ട് വമാ നഹ്നു ബിമുഅദ്ദബീൻ, പ്രവാചകന്മാർ വന്നുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയ ശിക്ഷയെ സംബന്ധിച്ച് അവർ പരിഹസിച്ചു പറഞ്ഞതാണ്, ഞങ്ങൾക്കെമ്പാടും സമ്പത്തുണ്ട്, സന്താനങ്ങളുമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ശിക്ഷിക്കപ്പെടാൻ പോകുന്നില്ല. ഖുൽ, പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ, ഇന്ന റബ്ബി യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, എൻ്റെ നാഥൻ, എൻ്റെ രക്ഷിതാവ്, എൻ്റെ റബ്ബ്, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമായി കൊടുക്കും. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇടുങ്ങിയതാക്കി തീർക്കുകയും ചെയ്യും. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ബഹുഭൂരിഭാഗം ആളുകളും അതറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. വമാ അംവാലുക്കും വലാ ഔലാദുക്കും ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ സുൽഫ, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തും നമ്മുടെ അടുക്കൽ സാമീപ്യമുണ്ടാക്കി തരുന്നവയല്ല. ആ വചനമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവരുടെ വീരവാദത്തിന് മറുപടിയാണ്. നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തുകളും നമ്മുടെ അടുക്കലേക്ക് നിങ്ങളെ അടുപ്പിക്കാനുള്ളവയല്ല എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇല്ലാ മൻ ആമന വഅമില സാലിഹൻ, വിശ്വസിക്കുകയും സൽക്കർമ്മം അനുഷ്ഠിക്കുകയും ചെയ്തവരൊഴികെ. ഫൗലായിക ലഹും ജസാഉൽ ളഇഫി ബിമാ അമിലു, അവർ പ്രവർത്തിച്ചത് നിമിത്തം അവർക്ക് ഇരട്ടി പ്രതിഫലം നൽകുന്നതാണ്. വഹും, അവർ ഫിൽ ഗുർഫാത്തി, സ്വർഗത്തിലെ ഉന്നതമായ അത്യുന്നതമായ സൗധങ്ങളിൽ, ആമിനൂൻ, സമാധാനത്തോടെ നിർഭയത്വത്തോടെ കഴിയുന്നവരായിരിക്കും. ഇതാണ് ഈ വചനങ്ങളുടെ സാരം. വളരെ വ്യക്തമായ ഒരു മറുപടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നൽകുന്നത്. അതേസമയം ഒപ്പം തന്നെ ഇരട്ടി പ്രതിഫലം അല്ലാഹു വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. ആർക്ക്? അതാണ് നമ്മൾ ഒരല്പം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം ഉറപ്പാണ്, സന്താനങ്ങളായാലും സമ്പത്തുകളായാലും അതിനൊന്നും സ്ഥായീഭാവമില്ല. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. മക്കളെ കുറിച്ച് സമ്പത്തൊരിക്കലും ഒരാളുടെ കയ്യിലും സ്ഥിരമായി ഉണ്ടാവില്ല, അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കും. സമ്പന്നൻ ഫക്കീറായി മാറാൻ അധിക സമയമൊന്നും വേണ്ടി വരില്ല. വിശുദ്ധ ഖുർആൻ സമ്പത്തും സന്താനങ്ങളും, അംവാലും ഔലാദും പരീക്ഷണമാണെന്ന് പറയുന്ന രണ്ട് സന്ദർഭങ്ങളുണ്ട്. രണ്ട് സ്ഥലങ്ങളിലാണ് അത് പറയുന്നത്. വഅലമു അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം. അത് 8-ാം അധ്യായം അൻഫാലിലെ 28-ാമത്തെ വചനമാണ്. ഒരു സ്ഥലം അതാണ്. നിങ്ങൾ അറിയണം, വഅലമു, നിങ്ങൾ മനസ്സിലാക്കണം, അന്നമാ അംവാലുക്കും വഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നയാണ്, പരീക്ഷണമാണ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചില്ല അല്ലാഹു. വഅന്നല്ലാഹ ഇൻദഹു അജ്റുൻ അളീം, അതിനും അല്ലാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട്. ഇനി മറ്റൊരു സ്ഥലം സൂറത്തു തഗാബുനാണ്, 64-ാമത്തെ അധ്യായം, അതിലെ 15-ാമത്തെ വചനം. അവിടെ പറയുന്നത്, ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം, നിങ്ങളുടെ സമ്പത്തുകളും നിങ്ങളുടെ സന്താനങ്ങളും ഫിത്നയാണ്, പരീക്ഷണമാണ്, അല്ലാഹുവിന്റെ അടുക്കൽ മഹത്തായ പ്രതിഫലമുണ്ട്. ഇവിടെ വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് ആ പറഞ്ഞത്. പരീക്ഷണമാണ്, ഒപ്പം അല്ലാഹുവിന്റെ അടുക്കൽ പ്രതിഫലവുമുണ്ട് എന്ന് പറയുമ്പോൾ സന്താനങ്ങൾ വേണ്ട എന്ന് വയ്ക്കാനോ അല്ലെങ്കിൽ സന്താനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള ജീവിതക്രമം വേണ്ട എന്ന് തീരുമാനിക്കാനോ അതുമല്ലെങ്കിൽ സമ്പത്തേ വേണ്ട എന്ന് കണ്ടെത്താനോ ഉള്ള ഒരു പറച്ചിലല്ല അത്. അതിന് അവസാനം പറഞ്ഞ ഭാഗത്തിന് പ്രാമുഖ്യം നൽകണമെന്നാണ് വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ
പരീക്ഷണങ്ങളെപ്പോലും പ്രതിഫലാർഹമായ കാര്യമാക്കി തീർക്കാൻ കഴിയുന്ന അവസ്ഥയിലായിരിക്കണം വിശ്വാസി. അതുകൊണ്ടാണ് സൂറത്തുൽ സബയിലെ ഞാൻ നേരത്തെ ഓതിവെച്ച വചനം ഗൗരവപൂർവ്വം നാം മനസ്സിലാക്കേണ്ട ആ ഭാഗം, നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ സമ്പത്തുകളും ബില്ലത്തി തുഖർരിബുക്കും ഇൻദനാ ദുൽഫാ, നമ്മളുടെ അടുക്കൽ സാമീപ്യം നേടിത്തരുന്നവയല്ല എന്ന് പറയുമ്പോൾ ഇതൊന്നും വേണ്ട എന്ന് തീരുമാനിക്കാൻ ഖുർആൻ പഠിപ്പിക്കുന്നു എന്ന് ആരും തെറ്റിദ്ധരിച്ചു പോകരുത്. അല്ലെങ്കിൽ തന്നെ ഖുർആൻ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി നടക്കുന്ന കാലമാണ്. എങ്ങനെയൊക്കെ വിശുദ്ധ ഖുർആനെ തെറ്റിദ്ധരിപ്പിക്കാമോ, എങ്ങനെയൊക്കെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാമോ, മുസ്ലിം നാമധാരികൾ പോലും അതിന് അച്ചാരം വാങ്ങി നടക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് സമ്പത്തും സന്താനങ്ങളോടും തലതിരിഞ്ഞു നിൽക്കണമെന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. ആ ആയത്താണ് ഇതെന്നൊന്നും കണ്ടുപിടിച്ചു കളയരുതാരും. അതിന്റെ ശേഷം അള്ളാഹു പറയുന്ന കാര്യത്തിനാണ് പ്രാധാന്യം. ഇല്ലാമൻ ആമന വഅമില സാലിഹൻ, സ്വയം വിശ്വസിക്കുക, സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക, അതിനുള്ള കൂലി. ഒപ്പം ഫഉലൈക ലഹും ജസാഉൽ ളഇഫി ബിമാ അമിലു, അവർ പ്രവർത്തിച്ചതിന് ഇരട്ടി പ്രതിഫലമാണ് ഓഫർ ചെയ്യുന്നത്. എങ്ങനെയാണത്? സ്വന്തം വിശ്വാസം, സ്വന്തം സൽക്കർമ്മം പ്ലസ് സന്തതികൾ കൊണ്ടും സന്താനങ്ങൾ കൊണ്ടും അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കുക. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇരട്ടി പ്രതിഫലമാണ് അവർക്ക് കിട്ടുക എന്ന്. അതാണ് സമ്പത്തിനോടും സന്താനങ്ങളോടുള്ള മനോഭാവം. പരീക്ഷണമാണെന്ന് മറക്കുകയും ചെയ്യരുത്. എത്ര കൃത്യമായ ഉണർത്തലാണ് നമ്മൾ ആലോചിച്ചു നോക്കുക. ആ ഉണർത്തൽ, സമ്പത്ത് എന്നുള്ളതും സന്താനങ്ങൾ എന്നുള്ളതും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്, ഒരു സംശയമില്ല. ആ അനുഗ്രഹങ്ങളെ അള്ളാഹുവിന് തൃപ്തിപ്പെടുന്ന രൂപത്തിൽ വിനിയോഗിക്കുക എന്നുള്ളതാണ് അത് പ്രതിഫലാർഹമാക്കി തീർക്കാനുള്ള മാർഗം. വിശ്വാസികൾ ആ മാർഗമാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് ചുരുക്കം. സൂറത്തുൽ ഇൻസാനിലെ ആദ്യ ഭാഗത്ത് പുണ്യവാന്മാർ ആരാണ് എന്ന് വിശദീകരിക്കുന്ന വചനങ്ങളുണ്ട്. ഏതാണ്ട് 7 മുതൽ 10 വരെയുള്ള വചനങ്ങൾ. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന യൂഫൂന ബിൻ നദിർ, നേർച്ച നിറവേറ്റുന്നവരാണവർ. യൂഫൂന ബിൻ നദിരി വ യഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ, എങ്ങും പടർന്നു പിടിക്കുന്ന ഭയാനകമായ ഒരു ദിവസത്തെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരായിരിക്കും അവർ. ഒപ്പം വയുതഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറ ഇന്നമാ നുതഇമുക്കും ലിവജ്ഹില്ലാഹി ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറ എന്ന് അല്ലാഹു വിശേഷിപ്പിക്കുന്ന ആ ഭാഗങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ അള്ളാഹു കനിഞ്ഞു നൽകുന്ന സന്താനങ്ങൾ, അതുപോലെ തന്നെ സമ്പത്ത് എന്ന അനുഗ്രഹം, അത് ഞാൻ ആദ്യം ഒരു വാചകം പറഞ്ഞതിൽ ആയി പോകരുത്. എനിക്ക്, എൻ്റെ കുടുംബത്തിന്, അതിൻ്റെ എല്ലാറ്റിനും എന്നുള്ള ചിന്ത മാറിക്കൊണ്ട് അതിനോട് ചില ഉത്തരവാദിത്വം നിറവേറ്റാനുണ്ട്. മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം. പരോപകാരം, തൽപരത വിശ്വാസിയുടെ മുഖമുദ്രയാകണം എന്ന് സാരം. ഞാനും എൻ്റെ എന്നും പറഞ്ഞ് ചടഞ്ഞിരിക്കാനുള്ളതല്ല വിശ്വാസി. അവൻ അതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കും ഇറങ്ങിച്ചെല്ലേണ്ടവനാണ്. അവന്റെ മനസ്സ് വിശാലമായിരിക്കണം, അവന്റെ മനസ്സ് വിശാലത ഉള്ളതായിരിക്കണം, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുന്ന മനോഭാവമായിരിക്കണം അവനുണ്ടായിരിക്കേണ്ടത്. അതില്ലാതെ ഞാൻ എൻ്റെ എന്നുള്ള ചിന്തയിലേക്ക് എത്തുകയും ഇതെല്ലാം ഉള്ളത് കൊണ്ട് എനിക്കിനി ഒരു ശിക്ഷ തന്നെ കിട്ടാൻ പോകുന്നില്ല എന്ന് പൂർവികന്മാർ വാദിച്ചതുപോലെ വാദിക്കുകയും ചെയ്യുന്ന മനോഭാവത്തിലേക്ക് സത്യവിശ്വാസികൾ എത്തരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ് ആ വചനങ്ങളിലൂടെ. ഇവിടെ എന്താണ്? അനാഥകൾക്കും അഗതികൾക്കും ബന്ധനസ്ഥരായ ആളുകൾക്കും അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ആഹാരം നൽകുന്നവർ വയുതഇമൂന അത്അം എന്ന് പറയുന്ന ഒരു അവസ്ഥ നാം ചിന്തിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ മതനിഷേധി അഥവാ നരകശിക്ഷയ്ക്ക് അർഹനാകുന്നത് ആരാണ് എന്ന് വളരെ വ്യക്തമായ ഒരു ചെറിയ അധ്യായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അവർ പാവങ്ങളെ ചേർത്ത് പിടിക്കാത്തവരും പരോപകാര തൽപരതയില്ലാത്തവരുമാണ് എന്ന് കൃത്യമായി പഠിപ്പിച്ചു തരുന്നു സൂറത്തുൽ മാഊൻ. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലിക്കല്ലദീ യദ്ഉൽ യതീം വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. സാധുവിന് ഭക്ഷണം കൊടുക്കാൻ കൊടുക്കാത്തവൻ എന്നല്ല പറഞ്ഞത്, കൊടുക്കാൻ പ്രേരിപ്പിക്കാത്തവൻ എന്ന പ്രയോഗമാണ്.
അതുപോലെ തന്നെ സൂറത്തുൽ ഫജറിൽ, സൂറത്തുൽ മുദ്ദസിറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകശിക്ഷയ്ക്ക് പാത്രമാകാൻ കാരണം എന്താണ് എന്ന് ചോദിക്കുകയും അതിന് മറുപടി പറയുകയും ചെയ്യുന്ന ഭാഗമുണ്ട്. മാ സലക്കക്കും ഫീ സഖർ, ഈ നരകത്തിൽ വന്ന് കടക്കാൻ കാരണം എന്താണ്? ഖാലൂ, ആദ്യം തന്നെ അവർ പറയും ലം നക്കു മിനൽ മുസല്ലീൻ, നമസ്കാരം നിർവഹിച്ചിരുന്നില്ല എന്ന്. നമസ്കാരം നിർവഹിച്ചവരായിരുന്നില്ല ഞങ്ങൾ നമസ്കാരം നിർവഹിക്കുന്നവരായിരുന്നില്ല. ലം നക്കു മിനൽ മുസല്ലീൻ. രണ്ടാമത് പറയുന്നത് വലം നക്കു നുത്ഇമുൽ മിസ്കീൻ, ഞങ്ങൾ പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുമായിരുന്നില്ല, സാധുക്കളെ പരിഗണിക്കുമായിരുന്നില്ല, അവരെ ചേർത്ത് പിടിക്കുമായിരുന്നില്ല ഞങ്ങൾ. വകുന്നാ നഖൂദു മഅൽ ഖായിദീൻ, അനാവശ്യങ്ങളും തോന്നിയാസങ്ങളും ചെയ്ത് ജീവിച്ചവരോടൊപ്പം ഞങ്ങളും അങ്ങനെ ജീവിച്ചുപോയി. വകുന്നാ നുകദ്ദിബു ബിയൗമിദ്ദീൻ, പ്രതിഫല നാളിനെ നിഷേധിച്ചു ഞങ്ങൾ. ഇങ്ങനൊരവസ്ഥ വരാനുണ്ട്, മരണാനന്തരം ഒരു ജീവിതമുണ്ട്, ശിക്ഷാരക്ഷകളുണ്ട്, വിചാരണയ്ക്ക് വിധേയരാകേണ്ടി വരും, സ്വർഗമുണ്ട്, നരകമുണ്ട്, വിചാരണയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കെട്ടുകഥകളായി നിഷേധിച്ചുകൊണ്ട് മുച്ചൂടും നിഷേധിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവരാണ് ഞങ്ങൾ. അവസാനം ഹത്താത്താനൽ യഖീൻ, ആ ഉറപ്പായ മരണം ഞങ്ങൾക്ക് വന്ന് പിടികൂടിയപ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ബോധ്യമായി ഉറപ്പായിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പൊ പറഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മളുടെ വളർന്നു വരുന്ന തലമുറയുടെ മതനിഷേധത്തിന്റെ അങ്ങേയറ്റം ആഴം ഇതോടൊപ്പം ഒന്ന് ചേർത്ത് നാം മനസ്സിലാക്കണം. അവിടെ എടുത്തു പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാത്തവർ എന്നുള്ളത് തന്നെയാണ്. ഇനി പരസ്പരം പ്രേരണ നൽകണം എന്ന് പറയുന്ന ഭാഗമുണ്ട് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫജ്റിലെ. കല്ലാ ബല്ലാ തുക്രിമൂനൽ യതീം വലാ തഹാദ്ദൂന അലാ തആമിൽ മിസ്കീൻ വതഅകുലൂന തുറാസ അക്ലൻ ലമ്മൻ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മാ. അങ്ങനെയല്ല. ലാ തുക്രിമൂനൽ യതീം, അനാഥയെ അവർ ആദരിക്കുന്നവരായിരുന്നില്ല. അനാഥയെ സംരക്ഷിക്കുക എന്നുള്ള പ്രയോഗമല്ല, അനാഥയെ ആദരിക്കുന്നവരായിരുന്നില്ല. വലാ തഹാദ്ദൂന, അവർ പരസ്പരം പ്രേരിപ്പിക്കുമായിരുന്നില്ല. അലാ തആമിൽ മിസ്കീൻ, സാധുക്കളെ ചേർത്ത് പിടിക്കുന്നതിന്, അവർക്ക് അന്നം നൽകുന്നതിന്, അവർക്ക് ഭക്ഷണം നൽകുന്നതിന്. പിന്നെയോ കയ്യും കണക്കുമില്ലാതെ അനന്തരാവകാശത്തിന്റെ നിയമങ്ങളൊന്നും നോക്കാതെ സഹോദരങ്ങളുടെ അവകാശം പോലും വെട്ടിത്തിന്നുന്ന, അങ്ങോട്ട് എമ്പാടും വാരി തിന്നുന്ന ഒരവസ്ഥാവിശേഷമായിരുന്നു നിങ്ങൾ ചെയ്തിരുന്നത്. ഖുർആന്റെ പ്രയോഗമാണ് പ്രിയമുള്ളവരെ. അനന്തരാവകാശത്തെ നിങ്ങൾ തിന്നുന്നു. അക്കിലല്ലമ്മ, വാരിക്കൂട്ടിയുള്ള തീറ്റ. ആ അനന്തരാവകാശം വിട്ടേച്ചു പോയ ആളിന് കടമുണ്ടായിരുന്നുവോ, അയാളുടെ വസിയ്യത്ത് ഉണ്ടായിരുന്നുവോ, സഹോദരിക്ക് കൊടുക്കേണ്ടത് കൊടുത്തോ, സഹോദരന് കൊടുക്കേണ്ടത് കൊടുത്തോ, അതല്ല വാപ്പയുടെയും ഉമ്മയുടെയും ബന്ധുക്കളിൽപ്പെട്ടവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തോ, ഇതൊന്നും നോക്കുന്നില്ല, വെട്ടിപ്പിടിക്കുകയാണെല്ലാം. അങ്ങനെ തിന്നു കൂട്ടിയിട്ടാണ് അവിടെ ചെല്ലുന്നത്. ആ അവസ്ഥയെ കുറിച്ചാ പറയുന്നത്. ഉണ്ടാകരുത് പ്രിയമുള്ളവരെ നമുക്ക് ആ ഒരു ദുര്യോഗം. അഖിലൻ ലമ്മ വതുഹിബ്ബൂനൽ മാല ഹുബ്ബൻ ജമ്മ, ധനത്തോട് അങ്ങേയറ്റത്തെ ആസക്തിയും ഇഷ്ടവും അങ്ങേയറ്റത്തെ ആർത്തിയുമായിരുന്നു നിങ്ങൾക്ക്. നമ്മൾ കേൾക്കാൻ പോകുന്ന അവസ്ഥയാണ്. ഈ അവസ്ഥ നമുക്ക് കേൾക്കണ്ട. അതാണ് ഈ പറഞ്ഞത്, പാവങ്ങളെ ചേർത്ത് പിടിക്കുക, പരോപകാര തൽപരരായി മാറുക എന്ന് പറഞ്ഞത്. ഇത് പറയുക മാത്രമല്ല, ഈ രംഗത്ത് നമുക്ക് ഏറ്റവും വലിയ മാതൃക നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ്. കാരണം അനാഥത്വം എന്താണെന്നും സാധുത്വം എന്താണെന്നും പ്രയാസങ്ങളും പട്ടിണിയും എന്താണെന്നും കൃത്യമായി മനസ്സിലാക്കി ജീവിച്ചു വന്ന പ്രവാചകൻ. അതുകൊണ്ട് തന്നെ ആ രംഗത്ത് പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ വക രംഗങ്ങളിൽ വളരെ തൽപരനായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം വിശുദ്ധ ഖുർആൻ വിശദീകരിച്ചുകൊണ്ട് ഈ വക രംഗങ്ങൾ ഒരുപാട് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പലതും നമ്മൾ കേൾക്കുന്നതും അറിയുന്നതുമായ കാര്യങ്ങളാണ്. പ്രവാചകത്വം ലഭിച്ച് ഹിറാ ഗുഹയിൽ നിന്ന് അങ്ങേയറ്റം ഭയചകിതനായി പേടിച്ചരണ്ട ഓടി ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വരുന്നത് എങ്ങനെയാ? സമ്മിലൂനി സമ്മിലൂനി, ഖദീജ എന്നെ പുതപ്പിട്ട് മൂടൂ എന്ന് പറഞ്ഞ് കേട്ട മാത്രയിൽ മറ്റൊന്നും ചിന്തിക്കാതെ തന്റെ ഭർത്താവിനെ പുതപ്പിട്ട് മൂടി കിടത്തിക്കഴിഞ്ഞതിന് ശേഷം അടുത്ത് ചെന്നിരുന്നു കൊണ്ട് സാന്ത്വനത്തിന്റെ വാക്കുകൾ ഖദീജ റളിയല്ലാഹു അൻഹ ഓരോന്നായി പറഞ്ഞു കൊടുക്കുന്നത് ചരിത്രം നമ്മൾ വായിക്കുകയാണ്. കുടുംബിനികൾക്ക് വലിയ മാതൃകയുണ്ട് ഈ രംഗത്ത്, വലിയ മാതൃകയുണ്ട് ഈ രംഗത്ത്.
ആ ചരിത്രം പരത്തി പറയുന്നില്ല സമയക്കുറവ് കൊണ്ട്. അവിടെ ഖദീജ റളിയല്ലാഹു അൻഹ അടുത്ത് തന്നെ ചെന്നിരുന്നു കൊണ്ട് പറഞ്ഞ വാക്കുകൾ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രവാചകത്വം ലഭിച്ച് ഹിറാ ഗുഹയിൽ നിന്ന് ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് കേട്ട് പേടിച്ചരണ്ട് ജിബ്രീലിന്റെ കൂട്ടിപ്പിടുത്തം നിമിത്തം ഭയപ്പെട്ട് ഓടി വരികയാണ് വീട്ടിലേക്ക്. എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നും അറിയില്ല. ആ നിലയിൽ ഓടി വന്നുകൊണ്ട് ഖദീജ റളിയല്ലാഹു അൻഹ വളരെ സാന്ത്വനത്തോടു കൂടി പറഞ്ഞ വാക്കുകൾ ചരിത്രം നോക്കൂ നിങ്ങൾ. കാലത്ത് ഖദീജ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അബ്ശിർ, സന്തോഷിക്കുക. ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ഖദീജയുടെ വാക്കുകളാണ്. ലാ യുഖ്സിക അല്ലാഹു അബദാ, ഒരിക്കലും അല്ലാഹു അങ്ങേ കൈവിടൂല, ഒരിക്കലും അല്ലാഹു അങ്ങേ നിന്ദിക്കുകയില്ല. കാരണം ഇന്നക ലതസ്ദുഖുൽ ഹദീസ്, അങ്ങ് എന്തെങ്കിലും പറയുന്നുവെങ്കിൽ സത്യം മാത്രമേ പറയാറുള്ളൂ. വതസിലുർ റഹിം, അങ്ങ് കുടുംബബന്ധം ചേർക്കുന്ന ആളാണ്. വതഹ്മിലുൽ കല്ല, മറ്റുള്ളവരുടെ പ്രയാസവും ബുദ്ധിമുട്ടും സ്വയം ഏറ്റെടുക്കുന്നവനാണ്. വതുഖ്രിൽ ലൈഫ, അതിഥിയെ സൽക്കരിക്കുന്നവനാണ്. വതുഈന അലാ നവായിബിൽ ഹഖ്, സത്യസന്ധതയുടെ പേരിൽ അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിക്കുകയും അതിനുവേണ്ടി പോരാട്ടം നടത്തുകയും ചെയ്യുന്ന ഇത്രയും നല്ല ഒരു മനുഷ്യനെ അല്ലാഹു കൈവിടുക ഒരിക്കലുമില്ല. ഇത് കേൾക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നതിന് മുമ്പ് നബിയുടെ ഒരു വാചകമുണ്ട് ഖദീജ. ആ വാചകം ഇങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഖദ് അശ്ഫഖ്തു അലാ നഫ്സി യാ ഖദീജ, എനിക്കെന്തോ ദുരന്തം വരാൻ പോകുന്ന പോലൊരു ഭയം. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല. ആ ഒരു ബേജാറിലാണ് ഓടി വരുന്നത്. എന്നിട്ട് പറയുന്ന വാക്യത, എനിക്കെന്തോ ഒരു ദുരന്തം വരാൻ പോകുന്നു ഖദീജ എന്ന് 2 പ്രാവശ്യം പറഞ്ഞപ്പോഴാണ് സാന്ത്വനത്തിന്റെ ഈ വാക്കുകൾ ഖദീജയുടെ വായിൽ നിന്ന് മൊഴിമുത്തുകളെ പോലെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. അത് പ്രവാചകന് നൽകിയ ധൈര്യം ചെറുതൊന്നുമല്ല. അവിടെ എടുത്തു പറഞ്ഞ കാര്യം, മറ്റുള്ളവന്റെ വേദന അകറ്റുന്നവനാണ് താങ്കൾ എന്നുള്ള ആ വാക്ക്. കുടുംബബന്ധം ചേർക്കുന്നവനാണ്, പരോപകാരം ചെയ്യുന്നവനാണ്, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവനാണ് എന്നൊക്കെയുള്ള ആ വാക്കുകൾ നമ്മൾ ആലോചിച്ചു നോക്കൂ. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീലിൽ നിന്ന് ഇഖ്റ എന്ന വാക്ക് മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം, ഇതേ കേട്ടിട്ടുള്ളൂ. ഇനി ആ പ്രവാചകൻ പരിശീലിപ്പിച്ച തന്നെ അനുയായികളുടെ സ്ഥിതിയോ ആ സംഭവമൊക്കെ നമുക്കറിയാം. വിഷയമായി ബന്ധപ്പെടുത്തി ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സഹാബത്തെല്ലാം കൂടിയിരിക്കുന്ന സദസ്സിൽ ചോദിക്കുന്നു. 3-4 ചോദ്യമാണ് ചോദിച്ചത്. ഒന്നാമത്തെ ചോദ്യം, ഇന്ന് നോമ്പനുഷ്ഠിച്ചവരാരാണ്? മൻ അസ്ബഹ മിൻകും സായിമൻ അൽ യൗം, ഇന്ന് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പനുഷ്ഠിച്ചവൻ ആരാണ്? ഒരാളെ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖാനാ. ഇന്ന് നിങ്ങളിൽ സാധുവിന് ഭക്ഷണം കൊടുത്തവൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അനാ. നിങ്ങളിൽ നിന്ന് രോഗിയെ സന്ദർശിച്ചവൻ ആരാണ്? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു, അനാ. 4-മത്തെ ചോദ്യം, നിങ്ങളിൽ നിന്ന് ജനാസയെ അനുഗമിച്ചവൻ ആരാണ്? ജീവിതത്തിന്റെ എല്ലാവരും സ്വന്തം കാര്യവും സമൂഹത്തിന്റെ കാര്യവും എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യമാണ് ചോദിച്ചത്. ആ 4 ചോദ്യത്തിനും സഹാബികളുടെ കൂട്ടത്തിൽ നിന്നൊരു ഒറ്റ ആൾക്കേ മറുപടി ഉണ്ടായുള്ളൂ. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇത് കേട്ടപ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി, മജ്തമഅന ഫിംരിഇൻ ഇല്ലാ ദഖലൽ ജന്ന, ഇങ്ങനെയുള്ള ഈ കാര്യങ്ങളെല്ലാം ഒരു മനുഷ്യനിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാതിരിക്കൂല. ഇതാണ് ഇസ്ലാം, ഇതാണ് മതം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. തന്നെയുമല്ല, പരോപകാരം എന്ന് പറയുന്നത് മരിച്ചാലും തീർന്നു പോകാത്ത ധർമ്മവും കർമ്മവുമായി നിലനിൽക്കും. ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 3 കാര്യങ്ങൾ മാത്രമേ അവന് ലഭിക്കുകയുള്ളൂ എന്നുള്ള ഹദീസ് സാധാരണയായി നമ്മൾ കേൾക്കുന്നതാണ്. അതിലൊന്ന് സദഖത്തുൻ ജാരിയയാണ്, എന്നും നിലനിൽക്കുന്ന സദഖ. അത് വഖഫാകാം, അതുപോലുള്ള കാര്യങ്ങളാകാം. ഇന്ന് വഖഫ് എന്ന് പറയുമ്പോൾ വഖഫിനെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിൽ എന്തൊക്കെയോ വല്ലാത്ത ഒരു അവസ്ഥവിശേഷമുണ്ട്. ഇന്നിപ്പം നമ്മുടെ ഈ മുനമ്പത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമരം എന്തോ എനിക്ക് പറയാൻ കഴിയില്ല ആ വാക്ക്, ഞാനിപ്പോ തൽക്കാലം അത്രേ പറയുന്നുള്ളൂ. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ച നടക്കാൻ പോവുകയാണ്. എന്ത് തീരുമാനമാവുമെന്നറിയില്ല. ഏതായിരുന്നാലും വർഗീയത വളർത്താനും വിധ്വംസക പ്രവർത്തനങ്ങൾ ഉണ്ടാക്കാനും
രണ്ട് സമുദായത്തെ തമ്മിലടിപ്പിക്കാനും ഉതകുന്ന നിലയുള്ള ഒരു തീരുമാനം എടുക്കാതിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അത്രേ ഇപ്പൊ കഴിയുള്ളൂ. ഇപ്പൊ വഖഫിനെ അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെന്റ് വഖഫ് പരിഷ്കരണ നിയമം വീണ്ടും കൊണ്ടുവരാനുള്ള നീക്കം നടത്തുകയാണ്. എങ്ങനെങ്കിലും മുസ്ലിം സമൂഹത്തിലെ ഈ പറയുന്ന കാര്യമുണ്ടല്ലോ, ഈ വിശാല മനസ്കതയുടെ അവസ്ഥ, കുറെ കാലം ഈ ലോകത്ത് ജീവിച്ചിരുന്ന് കുറെ എന്തെങ്കിലുമൊക്കെ സമ്പാദിച്ചു കഴിഞ്ഞ് ഇവിടെ നിന്ന് മരണപ്പെട്ടു പോകുന്നതിന് മുമ്പ് കുറെ സ്ഥലം അത് ഇന്ന പള്ളിക്ക് അല്ലെങ്കിൽ ഇന്ന ആൾക്ക് വഖഫ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ആ വിശാലമായ മനസ്സുണ്ടല്ലോ, ആ മനസ്സിന് എതിരെ കുൽസിതമായ ശ്രമങ്ങളാണ് ഈ രൂപത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ എന്ന് മാത്രം അതിനെക്കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നുള്ളൂ. അതുപോലെ അപ്പൊ അങ്ങനെയുള്ള കാര്യം മരിച്ചാലും അത് തുടർന്ന് ലഭിക്കുന്നതായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിരുന്നത്, പരോപകാര കാര്യങ്ങൾ. നീ നോക്കൂ, അങ്ങനെ പരോപകാരം ചെയ്യുന്നവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ സഹായം ലഭിക്കുകയുള്ളൂ. അത് നാം തിരിച്ചറിയേണ്ട കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരു വിശ്വാസിയിൽ നിന്ന് ഒരാൾ അയാളുടെ വിഷമം അകറ്റിയാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാളിൽ ആരാണോ അകറ്റുന്നത് അവന്റെ വിഷമത്തെ അള്ളാഹു അകറ്റും. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രയാസപ്പെടുന്നവന്റെ പ്രയാസം ദൂരീകരിച്ച് അവൻ എളുപ്പമുണ്ടാക്കി കൊടുത്താൽ ദുനിയാവിലും ആഖിറത്തിലും ആരാണോ അത് ചെയ്യുന്നത് അവന്റെ പ്രയാസത്തെ അള്ളാഹു ലഘൂകരിച്ചു കൊടുക്കും. ആരെങ്കിലും ഒരു മുസ്ലിമായ മനുഷ്യന്റെ പോരായ്മ, ന്യൂനത, അവന്റെ കുറ്റം പുറത്തു പറയാതെ അത് രഹസ്യമാക്കി വെച്ചാൽ ഇവന്റെ കുറ്റവും അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും മറച്ചു വെക്കും. എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നു, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. ഒരാൾ തന്റെ സഹോദരനെ സഹായിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെ സഹായിച്ചുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, നമുക്കൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹം, എന്താണ്, ആരോഗ്യത്തോടുകൂടി ഇങ്ങനെ നടക്കാനുള്ള അനുഗ്രഹം അള്ളാഹു നൽകി. ഇത് കിട്ടാതെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ പടർന്നു പിടിച്ചിരിക്കുന്നത് രണ്ട് രോഗങ്ങൾ പ്രധാനമായി. ഒന്ന് ക്യാൻസർ, മനുഷ്യരിൽ മൊത്തത്തിൽ ക്യാൻസർ, മറ്റൊന്ന് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങൾ, വേറെ പലതും ഉണ്ട്. എന്നിരുന്നാലും ശരി, ഇങ്ങനെ പ്രയാസപ്പെടുന്നവരെ നമ്മൾ എത്ര ഫണ്ട്, എത്ര പൈസ അവർക്ക് വേണ്ടി ചെലവഴിച്ചാലും അവരവസാനം ജീവിതത്തിലേക്ക് പോലും തിരിച്ചു വരാതെ, നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഒരുപാട് പേർ അങ്ങനെ പോയിട്ടില്ലേ പ്രിയമുള്ളവരെ? ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നുണ്ടോ? എനിക്ക് എന്റെ ആരോഗ്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോഴല്ലേ അനാരോഗ്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ വഴി നൽകുക, നന്ദിയുള്ളവരായി നമുക്ക് മാറാൻ കഴിയുക. ആ വക രംഗങ്ങളിൽ മനുഷ്യരെ സഹായിക്കുന്ന സംവിധാനങ്ങൾ എമ്പാടും ഇവിടെ ഉണ്ട്. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ആ സംവിധാനങ്ങളെ കൂടെ ചേർത്ത് നിർത്തിക്കൊണ്ട്, ഇത്തരം പാവങ്ങളെ കൂടെ ചേർത്ത് നിർത്തി, ഒപ്പം ചേർത്ത് നിർത്തി, ആ പരോപകാര തൽപരത വിശ്വാസിയുടെ മുഖമുദ്ര എന്ന് വിശേഷിപ്പിച്ച അത് നാം എമ്പാടും നമ്മിൽ നിന്ന് നിർഗളിക്കേണ്ടതുണ്ട്. അതും കൂടി ആയാലേ നമ്മുടെ വിശ്വാസം പരിപൂർണമാവുകയുള്ളൂ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. തന്നെയുമല്ല, അള്ളാഹുവിന് ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് എന്ത്? ഒരു ബുദ്ധിമുട്ടുന്നവന്റെ ബുദ്ധിമുട്ട് അകറ്റി കൊടുക്കുക എന്നുള്ളത്. അത് വാക്കുകൊണ്ടാകാം, പ്രവർത്തി കൊണ്ടാകാം, ഒപ്പം പോയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുത്തുകൊണ്ടാകാം, ഒരു ഫോൺ കോൾ കൊണ്ടാകാം. എങ്ങനെയാ നമുക്ക് കഴിയുക അങ്ങനെ സഹായിക്കുക. അവിടെയാണ് നമ്മളുടെ മനസ്സ് നോക്കുക അല്ലാഹു. അല്ലാതെ എനിക്ക് സമ്പത്തുണ്ട്, സന്താനങ്ങളുണ്ട്, ഞാൻ വിചാരണയ്ക്കൊന്നും വിധേയമാക്കപ്പെടുകയില്ല, ശിക്ഷിക്കപ്പെടുകയില്ല എന്ന് പൂർവികന്മാർ സ്വപ്നം കണ്ടതുപോലെ നമ്മൾ സ്വപ്നം കണ്ടാലുള്ള അവസ്ഥ എന്താണെന്ന് ആലോചിച്ച് നോക്കുക. സമൂഹത്തിൽ കടം പേറുന്ന ആൾക്കാരുണ്ട്, പ്രയാസം പേറുന്നവരുണ്ട്, രോഗം കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. ഇതൊന്നും കണ്ടില്ല എന്ന് അടിക്കാൻ നമുക്ക് ആർക്കും കഴിയില്ല. അവരുടെയൊക്കെ കഴിയുന്ന ഒരു വാക്കുകൊണ്ടോ ഒരു നോക്കുകൊണ്ടോ ഒരു നല്ല സംസാരം കൊണ്ടോ അവരുടെ പ്രയാസങ്ങൾ അകറ്റിയാൽ അള്ളാഹു എത്രത്തോളം സന്തോഷിക്കും. ആ അകറ്റുന്നവന് കിട്ടുന്ന പ്രതിഫലം എന്താണ് എന്ന് ഒരു ഹദീസും കൂടി നാം ഇതോടനുബന്ധമായി നമ്മൾ മനസ്സിലാക്കണം. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യപ്പെടുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖദാ ലി അഹദിൻ മിൻ ഉമ്മത്തി ഹാജതൻ യുരീദു അൻ യസുറഹു ബിഹാ. ഏതെങ്കിലും ഒരാള്, എന്റെ സമുദായത്തിൽപ്പെട്ട ഒരു വ്യക്തിയുടെ ഏതെങ്കിലും ഒരാവശ്യം അവൻ സന്തോഷിക്കട്ടെ, അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അവന്റെ എന്തെങ്കിലും ഒരു ആവശ്യം നിറവേറ്റി കൊടുത്താൽ, ഒരാൾക്ക് ഒരു പ്രയാസമുണ്ടായി, ഒരാൾ അത് അകറ്റി കൊടുക്കുമ്പോൾ അവനൊരു സന്തോഷം ഉണ്ടാവും. അങ്ങനെ ആ സന്തോഷം അവന് നൽകിയാൽ അള്ളാഹുവിന്റെ റസൂല് പറയാന് ഫഖദ് സർറനി, അവനെ സന്തോഷിപ്പിച്ചവൻ എന്നെ സന്തോഷിപ്പിച്ചു. വമൻ സർറനി ഫഖദ് സർറല്ലാഹ്, എന്നെ അങ്ങനെ സന്തോഷിപ്പിച്ചവനാരോ അവൻ അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചു. അങ്ങനെ അള്ളാഹുവിനെ വമൻ സർറല്ലാഹ്, അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്നവൻ അദ്ഖലഹുല്ലാഹുൽ ജന്ന, അവനെ അള്ളാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും.
ഒരു പ്രയാസപ്പെട്ടവന്റെ പ്രയാസത്തെ അകറ്റാൻ ഒരു വാക്കായിരിക്കാം നമ്മിൽ നിന്നുണ്ടായത്. അവനൊരു സന്തോഷമുണ്ടായി, ആ സന്തോഷം റസൂലിനെ സന്തോഷിപ്പിക്കുന്നു, റസൂലിനെ സന്തോഷിപ്പിക്കുന്നത് അള്ളാഹുവിനെ സന്തോഷിപ്പിക്കുന്നു, അള്ളാഹുവിനെ സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പ്. നമസ്കാരവും നോമ്പും അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ കൂടേണ്ടത് എന്ന് വിചാരിക്കുന്നുവെങ്കിൽ തിരുത്തേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. അപ്പൊ ഈ നിലയിൽ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും നമുക്ക് ഇങ്ങനെ ഒരുപാട് പുണ്യങ്ങൾ നേടിയെടുക്കാൻ കഴിയും. പ്രത്യേകിച്ച് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കുമ്പോൾ, പരോപകാരം നമ്മിൽ നിന്നുണ്ടാകുമ്പോൾ. അതാണ് ആ വചനം മുതൽ, ആ സൂറത്ത് സബയിലെ ആ വചനങ്ങൾ മുതൽ ഇപ്പോൾ നാം ഈ കേട്ട മുഴുവൻ സംഭവങ്ങളും. അത് ഉൾക്കൊള്ളാൻ തയ്യാറാവുക, സജ്ജരാകുക, ജീവിതത്തിൽ ജാഗ്രത പാലിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ അജ്ഞാനവൃത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. അനസ് റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യപ്പെടുന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ചെറു പ്രവാചക വചനം. എമ്പാടുമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രവും വചനങ്ങളും ഒക്കെ. പരലോകത്ത് അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തുമ്പോൾ അള്ളാഹു തന്നെ നമ്മളോട് സംവദിക്കുന്ന രംഗമൊക്കെ നാം കേൾക്കുന്നതാണ് സാധാരണ. ഒരു ഖുദ്സിയായ ഹദീത്ത്, നീണ്ട ഒരു ഹദീത്ത് നമ്മൾ സാധാരണ കേൾക്കാറില്ലേ? അള്ളാഹു നമ്മളോട് സംവദിക്കുന്നു, ചോദിക്കുകയാണ്, ഞാൻ രോഗിയായിട്ട് നീ എന്നെ സന്ദർശിച്ചില്ലല്ലോ. അപ്പൊ നമ്മൾ ചോദിക്കും, അള്ളാഹുവെ നിന്നെ എങ്ങനെ ഞങ്ങൾ സന്ദർശിക്കുക? നീ റബ്ബുൽ ആലമീൻ അല്ലേ, നിന്നെ സന്ദർശിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക്? അപ്പൊ അള്ളാഹു പറയും, എൻ്റെ ഇന്നാലിന്ന മനുഷ്യൻ രോഗിയായി കിടന്നിട്ട് നീ സന്ദർശിച്ചിരുന്നു എങ്കിൽ എന്നെ അവന്റെ അടുക്കൽ നിനക്ക് കാണാമായിരുന്നു. ആ പ്രയോഗം ശ്രദ്ധിക്കണം. അവന്റെ അടുക്കൽ എന്നെ നിനക്ക് കാണാമായിരുന്നു എന്നാണ്. അങ്ങനെ ഭക്ഷണം, അതുപോലെ തന്നെ പാനീയം ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഇതൊക്കെ ഇതുമായി ബന്ധപ്പെടുത്തി നമ്മളൊന്ന് കൂട്ടിച്ചേർത്ത് പഠിക്കുകയും വായിക്കുകയും ചെയ്യേണ്ട സംഗതികളാണ്. ആ ചെറിയ ഹദീസ് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഗാഥ മൽഹൂഫൻ, കഷ്ടപ്പെടുന്ന ഒരുവനെ ആരെങ്കിലും സഹായിച്ചാൽ, കതബല്ലാഹു ലഹു, അള്ളാഹു അവന് രേഖപ്പെടുത്തും, സലാസം വസബഈന മഗ്ഫിറ, 73 പാപമോചനം അള്ളാഹു രേഖപ്പെടുത്തും. എന്നിട്ട് വാഹിദത്തുൻ, അതിൽ ഒന്ന്, പിന്നെ മിൻഹാ സലാഹു അംരിഹിന, അവന്റെ എല്ലാ കാര്യങ്ങളും നന്നാക്കി കൊടുക്കുക എന്നുള്ളതാണ് അതിൽ ഒന്ന്. ബാക്കി 72 പരലോകത്ത് പദവികളായി അള്ളാഹു മാറ്റിവെക്കുന്ന. നമ്മളിപ്പോ മനസ്സിലാക്കിയ വിഷയവുമായി ബന്ധപ്പെടുത്തി ഒന്ന് നന്നായി ചേർത്ത് നോക്കിയ വാചകം. വേറൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ അറാദ അൻ തുസ്തജാബ ദഅവതഹു, ആർക്കെങ്കിലും അവൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, വാൻ ദുക്ഷഫ കുർബതഹു, അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും അകറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ, 2 കാര്യമാണ് പറഞ്ഞത്. പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടണമെന്നും തനിക്കുണ്ടാകുന്ന വിഷമങ്ങൾ ദൂരീകരിക്കപ്പെടണമെന്നും ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഫൽയുഫർരിജ് അൻ മുഅസ്സിരിൻ, പ്രയാസം അനുഭവിക്കുന്ന ഒരുവന്റെ പ്രയാസത്തെ അവൻ അകറ്റി കൊടുക്കട്ടെ, ആശ്വാസം നൽകട്ടെ. ഇത് രണ്ടും നടക്കും. പ്രാർത്ഥനയ്ക്ക് ഉത്തരവും കിട്ടും, തന്റെ ജീവിതത്തിൽ തനിക്ക് വരുന്ന വിഷമങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയും ചെയ്യും. ഇതൊക്കെയാണ് ഇത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മറ്റുള്ളവരെ ചേർത്ത് പിടിച്ച് അവരുടെ ബുദ്ധിമുട്ട് അകറ്റുക എന്നുള്ളത് ഭൗതികമായ താല്പര്യമല്ല, അതിനു വേണ്ടിയിട്ടല്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം, അങ്ങനെ ഉണ്ടാകാം പലരും. അത് നമ്മൾ കുറ്റപ്പെടുത്താൻ തയ്യാറില്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ടാകാം. പക്ഷേ ഒരു വിശ്വാസി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവന്റെ റബ്ബിന്റെ തൃപ്തി ലക്ഷ്യം വെച്ചുകൊണ്ട് ചെയ്താൽ അത് പുണ്യകർമ്മമാണ്, ഇബാദത്താണ്, പ്രതിഫലാർഹമായ കാര്യമാണ്, പരലോകത്ത് അല്ലാഹുവിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന് അർഹരാകുന്ന കാര്യമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം.
നാം ഇങ്ങനെയുള്ള പലതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ്. ആ നിലയിൽ ഇതിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന, പ്രത്യേകിച്ച് പാവങ്ങളെയും സാധുക്കളെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന, അവരുടെ വിഷമങ്ങൾ അകറ്റിക്കൊണ്ടു പോകുന്ന, രോഗികൾക്ക് സമാശ്വാസം നൽകിക്കൊണ്ടു പോകുന്ന ആ നിലയിലുള്ള ജീവിതം നമ്മുടെ ജീവിതമായി മാറാൻ നാം കൂടുതൽ ശ്രമിക്കുന്നില്ല എന്നൊന്നും പറയുന്നില്ല. കൂടുതൽ ശ്രമിക്കുക. ഇതിന്റെ പ്രതിഫലവും കൂടി മനസ്സിലാക്കിക്കൊണ്ട് നിസ്സാരമായ ഒരു കാര്യമായി നമുക്ക് ഗണിക്കാൻ കഴിയില്ല എന്ന് ഈ വിശദീകരണത്തിൽ നിന്ന് എനിക്കും നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട് എങ്കിൽ അത് തന്നെയാണ് ഇതിന്റെ അന്തസത്ത. അള്ളാഹു അത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് കനിഞ്ഞു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള മാനസികാവസ്ഥ എന്നും എപ്പോഴും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്തു തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്നവരുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങളെ അള്ളാഹു അകറ്റിക്കൊടുക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു പരലോകം ധന്യമാക്കി കൊടുക്കുമാറാകട്ടെ. സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും ബുദ്ധിമുട്ടുകളിൽ നിന്നും അതിജയിച്ച് മുന്നോട്ട് പോകാൻ സർവശക്തൻ എല്ലാ സാഹചര്യങ്ങളും നമുക്ക് ഒരുക്കി തരുമാറാകട്ടെ. മാറാ രോഗങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബാദികളെയും നമ്മുടെ മക്കളെയും നമ്മുടെ പേരക്കിടാങ്ങളെയും നാമുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അള്ളാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വ യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.